ഹായ് ഓൾ, ഇന്ന് നമ്മൾ താരൻ പോകുന്നവർ താരനും ചൊറിച്ചിൽ തലയിൽ ഇച്ചിങ് ഒക്കെ പോകാൻ വേണ്ടിയുള്ളൊരു അടിപൊളി ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി. ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. അപ്പം എനിക്കത് ഇട്ട സമയത്ത് നല്ല മാറ്റമായിരുന്നു. നല്ലതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് മാറും. അങ്ങനെ നല്ല മാറ്റമുണ്ടായിരുന്നു. അത് ഇച്ചിരി തല നിറയെ താരനാണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാമേ. ചെയ്ത് തുറക്ക്. അപ്പത്തേക്ക് ആദ്യം ഈ കുഞ്ഞ് മുടിയോ ഉള്ളെങ്കിലും തല നിറയെ താരനായിപ്പോരുന്നത് വെള്ളത്തിൻ്റെയൊക്കെ ആയിരിക്കാം, എന്താണെന്നറിയില്ല. മൊത്തം താരനാണ്. ജസ്റ്റ് ഒന്ന് ഡോക്ടർ ഇങ്ങനെ ഇളക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഡോക്ടർ പറഞ്ഞത് കുളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ജസ്റ്റ് നമുക്കിപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ ഈ ഡ്രോപ്പ് ഡ്രോപ്പ് ഇടാം. ഈ ഡ്രോപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പോകാം. അതിനൊന്നും പ്രശ്നമില്ല. തലയിൽ യൂസ് ചെയ്യുന്നതിന് കുളിച്ചിടേണ്ട നമുക്ക് ഇപ്പം എണ്ണമയോ അങ്ങനെ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ലിക്വിഡ് പോലെയാണ്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് പിന്നെ ഡോക്ടർ പറയുന്നത് ഒന്നെങ്കിൽ രാത്രി ഫുള്ളിങ്ങനെ തേച്ചിട്ടാണെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ട് കഴുകി കളയേണ്ടവർക്ക് കുളിക്കുന്ന സമയത്ത് കഴുകി കളയാം. പിന്നെ ഈ നീർക്കെട്ട് അങ്ങനെയുള്ളതൊക്കെ പ്രശ്നമുണ്ട് എങ്കിൽ അത് യൂസ് ചെയ്യാത്തതായിരിക്കും. വേണ്ട, ഒരു 2-3 മണിക്കൂർ തലയിൽ വെച്ചിട്ടൊന്ന് കഴുകി കളയുക. അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് തലയിൽ രാത്രിയുള്ള ഈ ഇങ്ങനെയാണല്ലോ ഡ്രോപ്പ്, ഇത് കണ്ടില്ലേ, ഇങ്ങനെ തേച്ചൊന്ന് കിടന്നാൽ മാത്രം മതി. രാവിലെ എഴുന്നേറ്റ് കഴുകി കളയണമെങ്കിൽ കളയാം, ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ തലയിൽ ശരിക്കും താരനായിരുന്നു. ഞാനപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കും, എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ അതാ കട്ട താരനായി. നല്ല താരനുണ്ട് മോനെ കേട്ടോ, ശരിക്കും താരനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം താരൻ. ഇതൊന്ന് ഇളക്കട്ടെ. എൻ്റെ വീഡിയോ എടുത്തു തരാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് സൂം ചെയ്യാൻ ഞാൻ തന്നെ വരണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം മാത്രം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കട്ടില്ല, പിന്നെ കാണിക്കാം. ഒന്ന് മറപ്പാ, ഞാൻ പറഞ്ഞില്ലേ നല്ലോണം താരനുണ്ടെന്ന്. ഇതൊക്കെ ഇങ്ങനെ ഇളക്കി വരുമ്പോൾ ഫുള്ള് താരനാണ് ഈ മുടിയിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഒറ്റ സൈഡ് മാത്രമേ ഞാൻ ഇളക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ആയിരിക്കും ഫുൾ സൈഡ് വരുമ്പോഴും. അപ്പം നിങ്ങൾ കണ്ടല്ല താരൻ്റെ ഇത് ഞാൻ ഒറ്റ ഭാഗമേ കാണിച്ചിട്ടുള്ളൂ. ഇത് ഫുള്ളപ്പം അതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം. അപ്പോൾ താരൻ ഫുള്ള് താരനാണ്. നോക്കാൻ വയ്യ. ഞാൻ അതാണ് ഒരു ടവൽ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്ത ചീപ്പ് അതെല്ലാവർക്കും അറിയാമല്ലോ. ടവൽ എല്ലാം ഒന്ന് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് തന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല. നല്ലോണം വെച്ചാൽ എൻ്റെ പൊന്നേ വയ്യ. താരൻ്റെ അഭിഷേകം. ചുമ്മാ നാണ് മുടി മൊത്തവും പൊഴിഞ്ഞു പോകുന്നത്. എൻ്റെ മുടി എല്ലാം അങ്ങനെയാണ് പോയത്. ഇപ്പോഴും പോകുന്നുണ്ട് താരൻ. പക്ഷെ ഇപ്പം എനിക്ക് ഞാൻ നാട്ടിൽ ചെന്ന് വീണ്ടും ഒത്തിരി നാൾ അത് യൂസ് ചെയ്യാതിരുന്നത്തേക്ക് വീണ്ടും താരൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എഗെയിൻ വരുമല്ലോ. പെർമനൻറ്റ് സൊല്യൂഷൻ അല്ലല്ലോ. ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പണിയും ഇല്ലല്ലോ നമുക്ക്. ഇൻസ്റ്റൻറ്റ് ലിക്വിഡാണിത്. അതെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോലും മെനക്കിടാൻ വയ്യാത്തവർക്ക് അതും ചെയ്യണ്ട. ചുമ്മാ അതൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇത് എൻ്റെ ഒരു സമാധാനത്തിനും എനിക്കിതാകുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ഒറ്റ ഇതിൽ തന്നെ ഒന്ന് പോകും കേട്ടോ. ഇതാ പറക്കുന്നതുണ്ടോ വീഡിയോയിലോ? മുഖത്തൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. മുഖത്തെല്ലാം വീണിച്ച മൊത്തം എല്ലായിടത്തും. ഇതൊന്ന് തേച്ച് ഒന്ന് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാൽ ഉത്തമം. അതല്ല സമയമില്ലെങ്കിൽ ഒരു 20 മിനിറ്റ്, ഒരു അരമണിക്കൂറെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വെക്കണം കേട്ടോ. 3 മണിക്കൂറൊക്കെ വെച്ചാൽ സബാഷ്, അടിപൊളിയായിട്ട്. ബാക്കിലോട്ടില്ല കേട്ടോ മോനെ കേട്ടോ. ഇച്ചുവിന് ബാക്കിലോട്ട് താരനില്ല, പക്ഷെ ഫ്രണ്ട് ഫുള്ള് താരൻ്റെ മേളയാണ്. മുടി നിറച്ച് താരന. ഇത് നോക്ക്. അതുകൊണ്ട് ഞാൻ ടവലൊക്കെ ആദ്യമേ ഇടിപ്പിച്ചത്, അല്ലെങ്കിൽ ദേഹത്തും മുടി ഇത് നോക്ക് പൊട്ടിച്ചിരിക്കുന്നു. അത്രയ്ക്കും ഉണ്ട് കേട്ടോ താരൻ. എനിക്കറിയില്ല ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം. മൊത്തം മാറും, മൊത്തം ഒന്നും ചെയ്യണ്ട. ഇനി ഇത്രയും ഉള്ള താരൻ്റെ മുടി ഒരു പ്രാവശ്യം തന്നെ കുളിച്ച് കഴിയുമ്പോൾ, ഇതിട്ട് കുളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് വിസിബിളായിട്ട് തന്നെ കാണാം. മുഴുവനും പോകും. പിന്നെ ഒരു വട്ടം ഉപയോഗിച്ചെന്നും പറഞ്ഞ് ഹെവി
കട്ട നിൽക്കുന്നവർക്ക് ഒറ്റ പ്രാവശ്യത്തൊന്നും പറ്റില്ല. ചെറിയ താരനൊക്കെ ഉള്ളവർക്ക് ഒറ്റ യൂസിൽ തന്നെ കാര്യം തീരുന്നു. അല്ലാത്തവർ കുളിക്കുമ്പോഴെല്ലാം ഇതൊന്ന് ഉപയോഗിച്ചോ. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പാടും ഇല്ലല്ലോ. ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു 5-6 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് 5-6 പ്രാവശ്യത്തെ കാര്യമൊന്നുമില്ല, 3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ മൊത്തം മാറും. ഒരുപാടുള്ളവർക്ക് വരും. എന്നാലും നമ്മുടെ ഒരിതിന് ഒരു 5-6 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരില്ല എപ്പോഴും ഒന്നും. പിന്നെ ഇടയ്ക്ക് മാസത്തിലൊക്കെ വേണമെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചൊറിച്ചിലൊക്കെ അപ്പം തന്നെ മാറും. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകതയല്ല, ഇതിട്ട് കഴിയുമ്പോൾ നല്ല താരനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഇടുമ്പോൾ ഒരു ചെറിയൊരു നീറ്റൽ പോലെ തോന്നും. എനിക്ക് വന്നായിരുന്നു കേട്ടോ. ഡോക്ടർ പറഞ്ഞു അതൊന്നും പേടിക്കാനൊന്നുമില്ല, അതൊക്കെ വരും നീറ്റൽ പോലെ ചെറിയൊരു. ഈ ലിക്വിഡ് ഞാൻ കാണിച്ചത് ഇപ്പം ഇതിലോട്ടാണ് നമ്മളിങ്ങനെ പൊട്ടിച്ചായിരുന്നോ അത്? ഓ അതിൻ്റെ തന്നായിരുന്നു അല്ലേ. ഇത് പൊട്ടിച്ചായിരുന്നു അകത്തുള്ളത് അല്ലേ? ഇതാണ്. ഇങ്ങനെ ഈ ഡ്രോപ്പിങ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെതാ ഒരു നീറ്റൽ വരും. ഇപ്പോഴേ വരത്തില്ല, കുറച്ച് നേരം വെച്ചേക്കുമ്പോൾ വരും. സാധാരണ വരും. ചേച്ചി നീറ്റൽ വന്നാൽ പറയണം കേട്ടോ. എപ്പോഴേലും വന്ന് തുടങ്ങുന്നെങ്കിൽ കുറച്ച് എന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നും ചെയ്യണ്ട. ഞാനിപ്പം നമ്മുടെ മുടിയിലാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ആക്കും. ആരും ഇല്ല നമുക്ക് ചെയ്തു തരാൻ ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് കുളിക്കാം. ഞാൻ ചെയ്തൊക്കെ തരാനുണ്ടെങ്കിൽ നല്ല ഇതായിട്ടൊക്കെ ഒന്ന് ചെയ്യുന്നതേ ഉള്ളേ. ഒരു ചെറിയൊരു ഒരു ഇതിൻ്റെ ഒരു മണം പോലെ ലാസ്റ്റല്ല ഒരു നല്ല ഇതായി. ഇനി അടുത്ത പോർഷൻ എടുക്കുക. എൻ്റെ എത്രമാത്രം കൂടിപ്പോയപ്പോൾ ഇതൊന്ന് നാട്ടിൽ വെച്ച് ഇത്രയും ഇല്ലായിരുന്നു. താരനുണ്ടെങ്കിലും ഇതൊരു അപാരമായിപ്പോയി. എൻ്റെ തലയിൽ ചെയ്ത് കാണിച്ചാന്ന് പറഞ്ഞാൽ എനിക്ക് പനിയായിട്ടിരിക്കുക. പിന്നെ എൻ്റെ തലയിൽ ഇപ്പം ഇത്ര താരനില്ല. നിങ്ങൾക്ക് കാണിക്കാനാണെങ്കിൽ ഇതിൽ നമുക്ക് പരീക്ഷിച്ച് നമുക്ക് അറിയണമല്ലോ. ഇൻസ്റ്റൻറ്റ് റിസൾട്ടും കൂടെ നിങ്ങളെ കാണിക്കണ്ടേ. മൊത്തം ഒറ്റ കുളിയിലെല്ലാം പോയത്. ഒരു മാറ്റമില്ല. ഇതിനിങ്ങനെ മാറ്റിയൊന്നും എടുക്കാൻ വേണ്ടിയുള്ള മുടി ഇല്ല. ഇത് കണ്ട പറക്കുന്നത്. ആ പറക്കുന്നേയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കാണാൻ പറ്റുമോ എന്തോ. ഇതാ ഞാൻ ചെയ്യുമ്പോൾ താഴോട്ട് വന്ന് കിടക്കുന്ന നോക്കെ മുഴുവനും ബാക്കി ഭാഗമൊക്കെ തേച്ചതാണ്. ഇത് കണ്ടോ മുഴുവനും ആ സംഭവം വന്ന് വീണ് കിടക്കുന്നതാണ്. മറ്റേ ഭാഗം തേച്ചു. ഇവിടെ എല്ലാം കാണാം പൊടി 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 പൊടിയായിട്ടുള്ള. പിന്നെ എനിക്ക് ഉള്ളിലോട്ടൊക്കെ കാണിക്കാൻ അച്ഛൻ്റെ കൈ വേണം. അതെ ഇങ്ങനെയാണ് എൻ്റെ നല്ലൊരു ഐറ്റമാണ്. പിന്നെ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദിച്ചിട്ട് യൂസ് ചെയ്താലും മതി. കാരണം എല്ലാവർക്കും എല്ലാം പറഞ്ഞ പോലെ പിടിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഡോക്ടർ തന്നത് 100% ഇത് വർക്കായി. എനിക്ക് ഭയങ്കര ചൊറിച്ചിലും താരനൊക്കെയായിരുന്നു. ഫുള്ള് മാറി കേട്ടോ. പിന്നെ ഇങ്ങനെ 7-8 മാസമൊക്കെ ഉപയോഗിക്കാതിരുന്നപ്പോൾ വീണ്ടും എഗെയിൻ ഇങ്ങനെ വരുമല്ലോ നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ ഓരോ ഇത് AC-ക്കകത്ത് തന്നെ ഇരിക്കുന്നത്, അതൊക്കെ കാരണം അങ്ങനെയാണ് താരൻ വീണ്ടും ശരിക്കും വരാൻ തുടങ്ങിയത്. ഇതൊന്ന് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് പൊയ്ക്കോളും. അപ്പം ഇൻസ്റ്റൻറ്റ് നമുക്ക് റിസൾട്ട് വേണമല്ലോ. അതിനുശേഷം നമുക്കിത് പിന്നെ ഞാൻ 2 ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. അവരും ഇത് യൂസ് ചെയ്ത് അവർക്കും നല്ല ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും ബെറ്റർ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്ത് ചെയ്യുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. എനിക്കറിയാവുന്നവർക്കൊന്നും യൂസ് ചെയ്തിട്ട് കുഴപ്പം വന്നില്ല. പിന്നെ പലവരുടെയും സ്കിന്നും എല്ലാം ഇനി എന്തെങ്കിലും അലർജി എനിക്ക് അങ്ങനെയുള്ളതൊന്നും നമ്മൾക്ക് ഡോക്ടർ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒരു കുഴപ്പമൊന്നും ഇല്ലാത്ത അലർജിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡ്രോപ്സ് യൂസ് ചെയ്തിട്ടൊന്ന് നോക്കുക. വേറെ പ്രശ്നമൊന്നും നമുക്ക് തോന്നില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ചെറിയ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ചെറിയ എരിച്ചിൽ പോലെ ഒരു നീറ്റൽ പോലെയൊക്കെ തോന്നും എനിക്ക്. ഞാൻ എപ്പോൾ ഉപയോഗിച്ചാലും എനിക്ക് തോന്നാറുണ്ട്. അത് എന്നോട് ഡോക്ടറും പറഞ്ഞത് അങ്ങനെ വരും. കാരണം താരൻ്റെയും ഇത് ഈ നമ്മുടെ ഈ സ്കിന്നും ഇതുമായിട്ടൊക്കെ ഈ ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ വരുന്നതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് മാറിക്കോളും. അതിനൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ബെറ്റർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാവോ നിങ്ങളുടെ സ്കിൻ ചോദിച്ചതിന് ശേഷം യൂസ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നോ പ്രോബ്ലം. വെറും 104 രൂപയേ ഉള്ളൂ. ഒരുപാട് നാൾ ഉപയോഗിക്കാം. നിങ്ങളുടെ ഈ വൃത്തികെട്ട താരം നിങ്ങളുടെ എന്നല്ല എല്ലാവരുടെയും. എനിക്കൊക്കെ ഇതൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിൽ പിന്നെ എല്ലാം കൊണ്ടും മുടി കൊഴിച്ചിൽ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുന്നവർക്ക് ഒറ്റ സൊല്യൂഷൻ, ഒറ്റ സംഭവം. ടൈമൊന്നും പോത്തില്ല. വേറെ ഒന്നും ഉണ്ടാക്കി സമയം കളയണ്ട. ഈ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങനെ ഒഴിക്കുക, വെക്കുക. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഉപയോഗിക്കുക. കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് തലയിൽ വെച്ചിട്ട് പോവുക. അതിനൊന്നും ഒരു പ്രശ്നമില്ല.
കുളിക്കുന്നതിന് മുമ്പ് തന്നെ ആവണമെന്നില്ല, ഇത് ഇട്ടിട്ട് കുളിച്ച് കളയണമെന്നില്ല. ഞാനിങ്ങനെയൊക്കെ ഇളക്കിയത് കൊണ്ടാണ്. ഞാനിങ്ങനെ ഇളക്കി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുളിച്ച് കഴിയുമ്പോൾ നല്ല ഇതായിട്ടിരിക്കും. അല്ലാതെ കുളിച്ചിട്ട് ജസ്റ്റ് ചുമ്മാ തലയിൽ ഇങ്ങനെ ഓരോ ഇതൊരു ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ച് പോയിട്ട് യൂസ് ചെയ്യാം, അതിനും പ്രശ്നമുണ്ടേ. ഇതാണ് ഐറ്റം കേട്ടോ. ഞാൻ ഇതാണ് 30 ml-ൻ്റെയാണ്, 104 രൂപയേ ഉള്ളു. ഇതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം മാറും. എനിക്ക് മാറിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ ഉപയോഗിച്ചിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഇച്ചാനെയും പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എൻ്റെ റിസൾട്ട് കാണിക്കാം. അരമണിക്കൂർ കഴിഞ്ഞാലും റിസൾട്ടൊക്കെ വരും, എങ്കിലും ഞാൻ 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കും. അതുകൊണ്ട് ഇച്ചാനെ 3 മണിക്കൂർ എൻ്റെ കമ്പൽസറി ആയിട്ട് ഇരുത്തിയിരിക്കുകയാണ്. അതിന് ശേഷം കാണാം. ഒരു തുള്ളി ഇതില്ല, ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കി ഇങ്ങനെ കുറേ വെക്കുമ്പോൾ ഇത് വരേണ്ടതാണ്. ഇതാ ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം മാക്സിമം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.